ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കുന്നു. ക്രൂഡ് ഓയിൽ വില 100-ന് താഴെ, വില ബാരലിന് $96 എത്തിയിട്ടുണ്ട്. വിഷ്ണു പ്രസാദ്, വലിയ ഒരു വാർത്താ പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ സമയത്ത് പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വില കുറയുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും വരുന്നത്? പ്രതീക്ഷ, പ്രധാനമായും ലോക വിപണിയിൽ തന്നെ ഉണ്ടാകേണ്ടിയിരുന്ന 20% ക്രൂഡ് ഓയിലിന്റെ കുറവാണ് ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ലോകത്ത് വിതരണം ചെയ്യപ്പെടേണ്ടുന്ന ക്രൂഡ് ഓയിലിന്റെ എണ്ണത്തിൽ അതിന്റെ തോതിൽ 20% കുറവുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ കുറവ് കൊണ്ട് മാത്രം ഇടിച്ചു കയറിയത് $84 ബാരലിന് $84 ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ വില $116 എത്തുന്ന ഒരു സാഹചര്യം ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ വില വീണ്ടും കുറഞ്ഞ് $96 ബാരലിന് എന്ന തോതിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് E7 രാജ്യങ്ങളുടെ കൂട്ടായ്മ, അമേരിക്ക ഉൾപ്പെടെ E7 രാജ്യങ്ങളുടെ കൂട്ടായ്മ അവരുടെ എമർജൻസി കരുതൽ ശേഖരത്തിൽ നിന്ന് കുറച്ച് ക്രൂഡ് ഓയിൽ വിപണിയിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഈ ക്ഷാമം പരിഹരിക്കാനുള്ള ഒരു നടപടി അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിൽ ഒരു തീരുമാനം, അന്തിമ തീരുമാനം ഇന്ന് രാത്രിയോ നാളെ രാവിലെയോട് കൂടി വന്നേക്കാം. അങ്ങനെ വരികയാണ് എങ്കിൽ ഇപ്പോൾ ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിൽ വിലവർദ്ധനവിനെ താൽക്കാലികമായി മാത്രം പിടിച്ചു കെട്ടാൻ സാധിക്കും. ഈ ക്രൂഡ് ഓയിൽ വില ഈ കുറഞ്ഞ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇനിയും മാറ്റം വരാം, ക്രൂഡ് ഓയിൽ വില ഇനിയും കൂടാമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷെ അത് എത്ര ദിവസത്തേക്ക് ഈ ഒരു G7 രാജ്യങ്ങളുടെ ഈ ഒരു നീക്കം സഹായം ചെയ്യുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ക്രൂഡ് ഓയിൽ വിലയിൽ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കും ആശങ്കയുണ്ട്. കാരണം ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇന്ത്യയെ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രജീഷ്.